ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേക്കും ABP സി വോട്ടർ സർവേക്കും പിന്നാലെ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മഹാസഖ്യത്തിൻ്റെ വലിയ കുതിപ്പ് പ്രവചിച്ച് BJPക്ക് വലിയ നഷ്ടം പ്രവചിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട സർവേ ഫലം കൂടി പുറത്തു വരികയാണ്. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാഡി കോൺഗ്രസും ശിവസേനയും NCP ശരത് പവാർ വിഭാഗവും ചേർന്ന സഖ്യം അവരുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ ദിവസം തന്നെ മഹാരാഷ്ട്രയിൽ 48 സീറ്റിൽ 26 സീറ്റ് വരെ ആ സഖ്യത്തിന് ലഭിക്കും എന്ന ലോക് പോളിൻ്റെ സർവേ ഫലം പുറത്തു വരുമ്പോൾ അത് മോദിക്ക് വല്ലാതെ ചങ്കിടിപ്പ് കൂട്ടുന്നതാണ്. BJPയെ മഹാരാഷ്ട്ര ആശങ്കപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അവിടെ NCPയിലും ശിവസേനയിലുമൊക്കെ പിളർപ്പുണ്ടാക്കി അജിത് പവാറിനെയും ഷിൻഡെയെയും ഒക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിലും അവരെക്കൊണ്ട് വോട്ടിൻ്റെയും സീറ്റിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും ഉപയോഗമുണ്ടാകുമോ എന്നുള്ള ആശങ്ക അന്ന് മുതൽ BJPക്കുണ്ട്. അത് ശരിവയ്ക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ലോക് പോളിൻ്റെ സർവേ ഫലവും. ലോക് പോള് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് പുറത്തുവിട്ടിട്ടുള്ള സർവേ ഫലങ്ങളൊക്കെ യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നതായിരുന്നു. കർണാടകയിലും തെലങ്കാനയിലും ഹിന്ദി ഹൃദയഭൂമിയിലെ 3 സംസ്ഥാനങ്ങളിലുമൊക്കെ അവരുടെ സർവേ ഫലങ്ങൾ ഏതാണ്ട് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സർവേ ഫലം പുറത്തു വരുമ്പോൾ അത് BJPയെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. 23 മുതൽ 26 വരെ സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും എന്നാണ് ലോക് പോൾ പറയുന്നത്. BJP ഉൾപ്പെടുന്ന NDAക്ക് പരമാവധി 24 സീറ്റ് വരെ, 21 മുതൽ 24 വരെ. അതിൽ തന്നെ BJPക്ക് 14 മുതൽ 17 വരെ സീറ്റ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ ശിവസേനയുമായി ചേർന്ന് 48-ൽ 41 സീറ്റും നേടിയ NDA സഖ്യം അതിൽ 23ഉം BJPക്കായിരുന്നു. ആ BJPക്ക് ഇത്തവണ പരമാവധി നേടാനാവുക 17. 14 മുതൽ 17 വരെ സീറ്റ് എന്ന് പറഞ്ഞാൽ 9 മുതൽ 6 വരെ സീറ്റിൻ്റെ നഷ്ടമുണ്ടാകാൻ പോവുകയാണ് എന്നാണ് അർത്ഥം. കോൺഗ്രസിന് ഈ 26 സീറ്റിൽ 9 മുതൽ 12 വരെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അത് മഹാരാഷ്ട്രയിൽ വലിയ നേട്ടമായി മാറും. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 1 സീറ്റാണ് അവിടെ നേടാനായത്. അവിടെ നിന്ന് 12 സീറ്റ് വരെ നേടാനുള്ള സാധ്യതയിലേക്ക് മാറുന്നു. വിദർഭ മേഖലയിൽ കോൺഗ്രസിന് അനുകൂലമായ വലിയ വികാരം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ വഞ്ചിത് വികാസ് അഗാഡി, പ്രകാശ് അംബേദ്കറിൻ്റെ പാർട്ടി ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടില്ല എങ്കിലും കോൺഗ്രസിന് അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളെയൊക്കെ ശിവസേനയും ശരത് പവാറും ചേർന്ന് ഇല്ലാതാക്കുകയാണ് എന്നുള്ള ആരോപണവുമായാണ് അദ്ദേഹം കോൺഗ്രസിന് മാത്രം പിന്തുണ കൊടുക്കുമെന്ന് പറയുന്നത്. അത് വിദർഭ മേഖലയിൽ പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ കോൺഗ്രസിന് വലിയ ഗുണം ചെയ്യും. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഈ ലോക് പോളിൻ്റെ സർവേയിൽ 12 സീറ്റുകൾ വരെ നേടുമെന്നുള്ള പ്രവചനമുണ്ടാകുന്നത്. അവിടെ ഇന്ത്യ സഖ്യത്തിലുള്ള ഒരു വലിയ പ്രശ്നം ഈ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കകൾ 3 സീറ്റുകളിൽ അവരുടെ സാധ്യതകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. സാംഗ്ലി, അതുപോലെ മുംബൈ സൗത്ത് സെൻട്രൽ, ഭിവാണ്ടി, ഈ 3ഇടം സീറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ജയിക്കാവുന്നുള്ള ഇടങ്ങളായിരുന്നു. അവിടെ ഈ കക്ഷികൾക്കിടയിലുണ്ടായിരുന്ന ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ 21 സീറ്റിൽ ശിവസേനയാണ് മത്സരിക്കുന്നത്, 17 സീറ്റിലാണ് കോൺഗ്രസ്, 10 സീറ്റിൽ ശരത് പവാറിൻ്റെ NCP. അപ്പോൾ കോൺഗ്രസ്സിന് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ അവകാശവാദം ഉന്നയിക്കാമായിരുന്നു. പക്ഷേ ശിവസേനയെ കൂടെ നിർത്തിയാൽ ശിവസേനയുടെ വോട്ടുകൾ പൂർണ്ണമായും തങ്ങൾക്ക് കൂടി അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള ആ ബോധ്യത്തിൽ നിന്നാണ്, അതായത് NDAയോടൊപ്പമുള്ള ഷിൻഡെ ശിവസേനയ്ക്ക് അവരുടെ വോട്ടുകൾ BJPക്ക് അനുകൂലമായി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ ഉദ്ധവിൻ്റെ ശിവസേനയുടെ വോട്ടുകൾ കൂടി തങ്ങൾക്ക് അനുകൂലമായി ട്രാൻസ്ഫർ ചെയ്യിക്കാൻ സാധിച്ചാൽ അത് ഗുണകരമാകും. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതിനേക്കാൾ ഉപരി ജയിക്കാൻ സാധ്യതയുള്ള പരമാവധി സീറ്റുകളിൽ മത്സരിക്കുക, പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക. ആ തന്ത്രമാണ് കോൺഗ്രസ് അവിടെ പയറ്റിയത്. അതിന് ഫലം കാണും എന്നാണ് ഈ സർവേ പറയുന്നത്. പിന്നെ മഹാരാഷ്ട്രയിൽ ആകെ വലിയ ചലനമുണ്ടാക്കിയിരിക്കുന്ന മറാത്ത വാദം ഉയർത്തി അവിടെ നടന്ന സമരം വല്ല വിധേനയുമാണ് ഏകനാഥ് ഷിൻഡെ പോയി ഒത്തുതീർപ്പാക്കിയത്. പക്ഷേ അവർക്ക് നൽകിയ ഉറപ്പുകൾ ഇനിയും പാലിക്കാനായിട്ടില്ല. അത് BJPക്കെതിരായ ഒരു വലിയ വികാരമായി അവിടെ ഉണ്ട്. അപ്പോൾ ഈ മറാത്ത വികാരം അതിശക്തമായി നിൽക്കുന്ന മേഖലകളിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നതിനുള്ള ഒരു കാരണം അതാണ്. അതോടൊപ്പം നിലവിലെ പല MPമാർക്കുമെതിരായിട്ടുള്ള ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ, ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുകളുണ്ട്. അതും BJPക്ക് തിരിച്ചടിയേകുന്ന ഘടകമാണ് എന്നാണ് ലോക് പോളിൻ്റെ ഈ സർവേ പറയുന്നത്.
അപ്പോൾ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ ഈ 9 സീറ്റ് വരെ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ അവരുടെ സീറ്റ് എണ്ണത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നാം വെറുതെ ചിന്തിച്ചു നോക്കുക. ഹരിയാനയിലെ അവസ്ഥ പരിതാപകരമാണ്. അവിടുത്തെ മുൻ കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ, സിറ്റിംഗ് എം പി അടക്കമുള്ള ആളുകൾ, സിറ്റിംഗ് എം എൽ എമാർ, മുൻ എം എൽ എമാർ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേരുകയാണ്. ഇതുവരെ അവരുടെ സഖ്യകക്ഷിയായിരുന്ന JJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസിൽ ചേരുന്നു. അവിടെ ചുരുങ്ങിയത് 5 സീറ്റെങ്കിലും അവർക്ക് നഷ്ടപ്പെടുമെന്ന് ഉറപ്പ്. കർണാടകയിൽ പരിതാപകരമാണ് അവസ്ഥ. എവിടെയാണ് BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുക? നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. കഴിഞ്ഞ തവണ നേടിയ 41 എന്നുള്ളത് പൂർണ്ണമായും ഞങ്ങളുടേതാക്കി മാറ്റാൻ ഈ ഏകനാഥ് ഷിൻഡെയുടെയും അജിത് പവാറിൻ്റെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് കഴിയുമെന്ന് കരുതിയാണ് അവർ ആ രാഷ്ട്രീയമായ വഞ്ചനയ്ക്ക് കൂട്ടുനിന്നത്. പക്ഷേ അതിപ്പോൾ ഇരട്ടിപ്പണിയായി മാറുകയാണ്. ഈ ലോക്പോളിൻ്റെ സർവേ കണ്ടെത്തിയിരിക്കുന്നത് പ്രകാരം ഷിൻഡെയുടെ ശിവസേനയ്ക്കോ അജിത് പവാറിൻ്റെ NCPക്കോ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വോട്ട് ഷെയറോ സീറ്റ് ഷെയറോ NDAക്ക് അനുകൂലമായി ഉയർത്തിക്കൊടുക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇവരുടെ വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നുള്ളതാണ്. അതൊരു വലിയ വിഷയമാണല്ലോ. ഇപ്പോൾ NCPക്ക് സ്വാധീനമുള്ളയിടത്ത്, ശിവസേനയ്ക്ക് സ്വാധീനമുള്ളയിടത്ത് ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന് BJPയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. NCP അജിത് പവാർ വിഭാഗത്തിന് അത് BJPയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് പറ്റില്ല. ആ വോട്ടുകൾ സ്വാഭാവികമായി ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലേക്കും ശരത് പവാറിൻ്റെ NCPയിലേക്കുമായിരിക്കും പോവുക എന്നുള്ളതാണ്. അതാണ് 26 സീറ്റ് വരെ ഇന്ത്യ മഹാസഖ്യത്തിന് അവിടെ നേടാൻ സാധിക്കും എന്ന് ഈ സർവേ പ്രവചിക്കുന്നതിനുള്ള കാരണം. ഇവർ മാത്രമല്ല, നേരത്തെ ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ സർവേയും ഇതുതന്നെയാണ് പ്രവചിച്ചത്. 24 സീറ്റ് വരെ പരമാവധി BJPക്ക് നേടാൻ സാധിക്കും, 26 സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിക്കുമെന്നുള്ളത്. അവർ ശരിക്കും 26, 22 എന്നുള്ള ഇക്വേഷനാണ് പുറത്തുവിട്ടത്. ABPC വോട്ടറും അതുതന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി BJPക്ക് 400 തികയ്ക്കാൻ വേണ്ടി പുറത്തു വരുന്ന ഗോദി മീഡിയയുടെ സർവേകളും ചുരുങ്ങിയത് 15 സീറ്റെങ്കിലും അവിടെ ഇന്ത്യ സഖ്യത്തിന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി ലോക്പോൾ വളരെ കൃത്യമായി എല്ലാ മണ്ഡലങ്ങളിലും നടത്തിയ വലിയ സാമ്പിളിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള സർവേ ഫലം പുറത്തു വരുമ്പോൾ 26 സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് വെറുതെ ഒരു പറച്ചിലല്ല. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തായാലും മോദിയുടെ 400 നിലവിളി യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. 400 പോയിട്ട് 272 എന്ന മാജിക് നമ്പർ കടക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ BJP എത്തിച്ചേരുന്നത്. അത് അടിവരയിടുന്നതാണ് മഹാരാഷ്ട്രയുടെ ഈ മെഗാ സർവേ.